മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇതിലൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്താൻ താല്പര്യപ്പെടാത്ത നിലയാണുള്ളത്. അദ്ദേഹം ഓരോ ബുധനാഴ്ചയും നടത്തുന്ന പത്രസമ്മേളനങ്ങൾ നുണബോംബുകളായി മാറുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ നുണകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കർത്തയുടെ ഒരു മൊഴി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണം നൽകിയത് ഇൻവോയ്സ് പോലും ഇല്ലാതെ നൽകിയിട്ടുണ്ട്. പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് മൊഴിയിലുള്ളത്. അറിയില്ല, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് KSU ഒക്കെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ജനാധിപത്യ സമരങ്ങളെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി വലിയ നിലയിലേക്ക് പ്രതിഷേധത്തിന് കാരണമായി മാറുന്നു, തുടക്കത്തിൽ തന്നെ മാറുന്നു. അതിൻ്റെ ഉദാഹരണം ഞാനിവിടെ പറഞ്ഞ കേസെടുത്ത വിഷയം. മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇതിലൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്താൻ താല്പര്യപ്പെടാത്ത നിലയാണുള്ളത്. അദ്ദേഹം ഓരോ ബുധനാഴ്ചയും നടത്തുന്ന പത്രസമ്മേളനങ്ങൾ നുണബോംബുകളായി മാറുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ നുണകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. ഓരോ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി, അസംബന്ധങ്ങളാണ് മുഖ്യമന്ത്രി, പച്ച നുണകളാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ സത്യമാണോ നുണയാണോ എന്ന് പരിശോധിക്കാൻ ഫാക്ട് ചെക്കുകൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ നുണകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറി എന്ന് 2 മാസത്തിനകം തന്നെ സമൂഹം വിലയിരുത്തി കഴിഞ്ഞു. മറ്റൊന്ന്, ഈ കാസർഗോഡ് പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടി വലിയ തോതിൽ പണം ആവശ്യപ്പെട്ടു, പലരും കൊടുത്തു എന്നൊക്കെയാണ് കോൺഗ്രസ് നിന്ന് വരുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായ അത്തരമൊരു ശ്രമം ഉണ്ടായെന്നും അതിൽ നിയമവും ബേപ്പൂരും ഉണ്ടായിട്ടുണ്ട് എന്നും ഷാനവാസ് പാത്തൂർ അടക്കമുള്ളവരോട് ഈ സംഘം പറഞ്ഞിട്ടുണ്ട്. അത്തരം പല നീക്കങ്ങളും അറിയില്ല, മറ്റു വശങ്ങൾ എനിക്ക് അറിയില്ല.